ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കുഴിച്ചു പരിശോധന 4ാം ദിവസവും തുടരും. മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ ഇതുവരെ കണ്ടെത്താനായില്ല. അതേസമയം പ്രത്യേക അന്വേഷണ സംഘ തലവനെ മാറ്റാൻ നീക്കം. ധർമ്മസ്ഥല സ്നാനഘട്ടിനടുത്ത് അടയാളപ്പെടുത്തിയ 5 ഇടങ്ങളിലാണ് ബുധനാഴ്ച മണ്ണ് നീക്കി പരിശോധന നടത്തിയത്. മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്താനായിട്ടില്ല. നേത്രാവതി സ്നാനഘട്ടിനും ദേശീയപാതക്കും സമീപത്തായി 13 സ്ഥലത്തും കന്യാടി വനപ്രദേശത്ത് 2 ഇടത്തുമായി 15 ഇടങ്ങളിലാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് സാക്ഷി മൊഴി നൽകിയത്. ഈ പ്രദേശങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തിയ ആളുകൾ പ്രവേശിക്കുന്നത് തടയാൻ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് 5 അടി വരെ ആഴത്തിൽ കുഴിയെടുത്താണ് പരിശോധന. ഫോറൻസിക് റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സാക്ഷിയുടെയും സാന്നിധ്യത്തിലാണ് പരിശോധന. അന്വേഷണ സംഘം മേധാവി പ്രണബ് മൊഹന്തി കുഴിയെടുക്കുന്ന സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം അന്വേഷണ സംഘ മേധാവി DGP പ്രണബ് മൊഹന്തിയെ കേന്ദ്ര സർവീസിലേക്ക് അയക്കാൻ നീക്കം നടക്കുന്നതായി വിവരം പുറത്തുവന്നു. കേന്ദ്ര സർക്കാരിലെ DGP തസ്തികയിലേക്ക് പ്രണബ് മൊഹന്തിയെ എംപാനൽ ചെയ്തിട്ടുണ്ടെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര തന്നെ സ്ഥിരീകരിച്ചു. കേന്ദ്ര സർവീസിൽ പോയാലും പ്രത്യേക അന്വേഷണ സംഘം തലവനായി തുടരാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്നും ഇല്ലെങ്കിൽ ഇതേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ പകരം നിയമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന ഭരണ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുള്ളവർക്കെതിരെയാണ് ആരോപണമുയരുന്നത്. അതിനാൽ പ്രത്യേക അന്വേഷണ സംഘം തലവനെ മാറ്റാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട്. കൈരളി ന്യൂസ്, ധർമ്മസ്ഥല.